നമ്മുടെ മാതാപിതാക്കൾക്കും പൂർവികർക്കും വരും തലമുറയ്ക്കും കൊടുക്കാവുന്ന ഏറ്റവും വലിയ പുണ്യവും അത് തന്നെയാണ്. കുമാരി പറഞ്ഞത് സത്യം തന്നെ. എങ്കിലും ഒരു സംശയം. ഇത്രയൊക്കെ അറിവുള്ള കുമാരി ശാസ്താവിന്റെ കേവലം ഒരു വിഗ്രഹം കാണാതെ പോയപ്പോൾ അതീവ ദുഃഖിതയായി കണ്ണീർ വാർത്തത് എന്തിനാണ്? പ്രപഞ്ചം മുഴുവൻ ഈശ്വരനാണ്. ഞാൻ പൂജിക്കുന്ന ശാസ്താ വിഗ്രഹവും ഈശ്വരൻ തന്നെ. എന്നിൽ അവശേഷിക്കുന്ന കർമ്മബന്ധത്തിന്റെ ബഹിർസ്തുരമാണ് അന്നുണ്ടായതെല്ലാം. കുമാരി പൂജിക്കുന്ന വിഗ്രഹം കാണാൻ നമുക്ക് ആഗ്രഹമുണ്ട്. നമ്മെ അവിടേക്ക് കൂട്ടിക്കൊണ്ടുപോവുക. ഈ ഉള്ളവളുടെ പൂജാസ്ഥാനത്ത് അങ്ങേപ്പോലുള്ള സന്യാസി ശ്രേഷ്ഠൻ സന്ദർശിക്കുന്നത് മഹാപുണ്യം. ആഗതനായാലും സ്വാമിജി. വന്നാലും ഭഗവാനേ, ഭഗവാനെ ധർമ്മശാസ്താവേ, അങ്ങ് തന്നെയാണോ ഈ ഉള്ളവളെ പരീക്ഷിക്കാനായി എത്തിയത്? ഒന്നും അറിയാതെ ഞാൻ പറഞ്ഞു പോയ വിഡ്ഢിത്തങ്ങൾക്കെല്ലാം മാപ്പ്. എന്നോട് ക്ഷമിക്കണേ. പൂർണ്ണേ, നീ പറഞ്ഞതെല്ലാം സത്യം തന്നെയാണ്. നിന്നിലെ ജന്മജന്മാന്തര കർമ്മങ്ങളെല്ലാം പൂർത്തിയായിരിക്കുന്നു. ജന്മങ്ങളായുള്ള നിന്റെ തപസ്സും കാത്തിരിപ്പും എല്ലാം ഇന്ന് അവസാനിക്കുന്നു. ഭഗവാനെ, ഇത് സ്വപ്നമല്ലല്ലോ? അല്ല, നിന്റെ അചഞ്ചലമായ ഭക്തിയും വിശ്വാസവും മറ്റുള്ളവർക്ക് മാതൃകയാവുന്നതാണ്. കർമ്മബന്ധങ്ങളാൽ ജീവാത്മാക്കൾ ജനന മരണ ചക്രങ്ങളിൽ തിരിയുമ്പോൾ മുക്തരായി സാക്ഷാത്കാരം നേടുന്ന ജീവാത്മാവ് പരമാത്മാവിൽ ലയിക്കുന്നു. കഴിഞ്ഞ ജന്മം നീ സത്യപൂർണന്റെ മകളായ കമലയായിരുന്നു. നിന്റെ സഹോദരി വിമലയും നമ്മുടെ തികഞ്ഞ ഭക്തയായിരുന്നു. അവൾ പുഷ്കലയായി പുനർജനിച്ച് സായുജ്യം നേടി. നമ്മോടൊപ്പം ആര്യങ്കാവിൽ അമ്മയായി മാമ്പഴത്തറയിൽ ഭക്തരെ കാക്കുന്നു. ഇന്ന് പൂർണ്ണയുടെ ജന്മവും സഫലമായിരിക്കുന്നു. ഇനി മുതൽ നാം പൂർണ്ണ പുഷ്കല സമേതനായി അച്ഛൻ കോവിലിൽ ഭക്തർക്ക് അനുഗ്രഹമേകുന്നതാണ്. ഇപ്പോൾ മനസ്സിലായില്ലേ? പൂർണ്ണയും പുഷ്കലയും ഭാര്യമാർ എന്ന സങ്കല്പമല്ല, മറിച്ച് ഇച്ഛാശക്തിയും ക്രിയാശക്തിയുമാണെന്ന്. എന്നുവച്ചാൽ നാം ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും സമർപ്പണത്തോടെ ചെയ്യുകയാണെങ്കിൽ പൂർണ്ണ ഫലം കിട്ടും. അങ്ങനെ പൂർണ്ണ ഫലം കിട്ടുമ്പോൾ നമ്മുടെ ജീവിതം പുഷ്കലമാവുകയും ചെയ്യും. എന്നുവച്ചാൽ ശോഭനമാകും. ഇതൊക്കെ മനുഷ്യ നന്മയ്ക്കായി ഭഗവാൻ നൽകുന്ന സന്ദേശങ്ങളായി വേണം കരുതാൻ. പൂർണ്ണാപുഷ്കല സമേതനായ ശാസ്താവിനെയാണ് അച്ഛൻ കോവിലിലും പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. നവപാഷാണ ശിലയിലാണ് ആ പ്രതിഷ്ഠ. ശാസ്താവിൻ്റെ കൈകളിലുള്ള ചന്ദനവും പുണ്യാഹവും നൽകിയാൽ എത്ര കൊടിയ സർപ്പബാധയേറ്റവരാണെങ്കിലും ജീവിതത്തിലേക്ക് തിരിച്ചു വരും. അതിനുപോത്ബലകമായിട്ട് പണ്ടൊരു വനവാസിക്കും കുടുംബത്തിനും ഒരനുഭവമുണ്ടായി.
പെടലിക്കൊരു പിടുത്തമുണ്ടല്ലോ വൈദ്യരെ. നീർവീഴ്ചയാ. അസ്തമയത്തിന് ശേഷം തല കുളിച്ചാ വരും. ഇനി ശ്രദ്ധിക്കാം. ഇപ്പൊ ഈ വേദന എങ്ങനെയൊന്ന് മാറ്റുക? 2 പ്രാവശ്യം പിടിച്ചു വിടുമ്പം മാറും. ഈ തൈലത്തിന് നല്ല സുഗന്ധമുണ്ടല്ലോ വൈദ്യരെ. ഇത് സൗനന്ദക തൈലമണങ്ങുന്നേ. ആ മഞ്ഞൾ, കുങ്കുമം, മഞ്ചട്ടി, താമരയരി, തങ്കഭസ്മം, ഇരുവേലി, ഞാഴൽപ്പൂവ് തുടങ്ങി 108 തരം കൂട്ടുകൾ 8 ദിവസം പാകം ചെയ്ത് 16 ദിവസം മണ്ണിൽ കുഴിച്ചിട്ട് 32 ദിവസം കാറ്റിൽ വെച്ച് 64 ദിവസം ഒഴുകുന്ന വെള്ളത്തിൽ മൺകലത്തിൽ കെട്ടിയിട്ട് എടുക്കുന്നതാണ്. 120 ദിവസം വേണം തയ്യാറായി വരാൻ. ഈ തൈലം വാരത്തിൽ 2 തവണ പുരട്ടി തടവിയാൽ ജരാനരകൾ ബാധിക്കില്ല. യൗവനം എന്നെന്നും നിലനിൽക്കും. സൗവനന്തക തൈലം ഇത് തന്നെയല്ലേ മഹാരാജാവ് തിരുമനസ്സും പുരട്ടുന്നത്? അതേ കുന്നേ, കൊട്ടാരം വൈദ്യർക്ക് ഞാനാണ് ഇത് തയ്യാറാക്കി കൊടുക്കുന്നത്. പതുക്കെ തള്ളു ചീര, ആ മരം താഴെ പോവും. എന്നാ വൈദ്യരെ ക്ഷേത്രത്തിൽ കൊടിയേറ്റ്? മകരം 10 ഇത്തവണ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊട്ടാരത്തിൽ നിന്ന് നേരിട്ടാ മേൽനോട്ടം. അവിടെ നിന്നൊന്നും കിട്ടൂല. അപ്പുറത്തേക്ക് മാറി നോക്ക് കനകെ. എല്ലാത്തിനും ഞാൻ തന്നെ വേണമെന്ന് വെച്ചാ. എന്താ വേലും അവിടെ? വൈദ്യര് തഴുതാമ വേണമെന്ന് പറഞ്ഞു. അത് കനക നോക്കി നടക്കുക. കടിക്കല്ല അവളെവിടെ? കനകദുർഗ. ഞാനിവിടെ ഉണ്ടങ്ങുന്നേ. ഏയ് നീ ഇങ്ങ് വന്നേ. ഞാൻ ഇറങ്ങട്ടെ അങ്ങന്നേ, അടുത്ത വാരം വരാം. എന്താ അങ്ങുന്നേ? നിന്റെ കണവൻ മരുതപ്പൻ കാട്ടുതേൻ കൊണ്ടുവരാമെന്നും പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ട് ഇന്ന് 4 നാളായി. ഇപ്പൊ തേനും ഇല്ല, തേനീച്ചയില്ല. തേൻ കിട്ടിയാ ഉടൻ കൊണ്ടുതരൂ അങ്ങുന്നേ. മച്ചമ്പി തേൻ കൊണ്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊണ്ടുതരും, അത് ഉറപ്പാ. നിന്റെ കണവനായതുകൊണ്ടാ ഞാൻ പണം കൊടുത്തത്, അറിയാലോ. അതെനിക്ക് അറിയാം അങ്ങുന്നേ. വാക്ക് പാലിക്കാത്ത ശീലം എന്റെ കെട്ടിയോനില്ല അങ്ങുന്നേ. ഇല്ലാതിരുന്നാൽ നല്ലത്. കനകേ, തഴുതാമ പറിച്ചത് വൈകിട്ട് നീ വീട്ടിൽ കൊണ്ടുവന്നാ മതി. ഓ ആയിക്കോട്ടെ വൈദ്യരെ. ആ കനകം, ഓ ആ മുളക് ഉണങ്ങിയെങ്കിൽ എടുത്ത് പിന്നാമ്പുറത്ത് കൊടുത്തേക്ക്. ഓ മോനെ ക്ഷീണിച്ചോടാ. സാരമില്ല, ഇത് കഴിച്ചോ, എന്നിട്ട് പോയി കളിക്കേട്ടാ. തേൻ കൊണ്ടുവന്നോ മരുതപ്പാ? കൊണ്ടുവന്നങ്ങനെ തേനീച്ച കുത്തുകയും ചെയ്തു. അത് സാരമില്ല, തേൻ കിട്ടിയല്ലോ. ആ നല്ല ശുദ്ധമായ തേൻ, കൊള്ളാം. വലിയൊരു മരത്തിന്റെ ഏറ്റവും മുകളിലത്തെ കൊമ്പിൽ നിന്ന് കഷ്ടപ്പെട്ടെടുത്താണ് അങ്ങനെ. ആ അത് നന്നായി. കാട്ടിൽ നിന്ന് കുറച്ച് പേരക്കയും കാട്ടുകിഴങ്ങൊക്കെ കിട്ടിയിട്ടുണ്ടങ്ങനെ. നീ അതെല്ലാം പിന്നാമ്പുറത്ത് കൊണ്ട് കൊടുത്തിട്ട് ആവശ്യമുള്ള നെല്ലോ തേങ്ങയോ എന്താന്ന് വെച്ചാ വാങ്ങിച്ചു. ശരി അങ്ങനെ. ആ അങ്ങനെ കാട്ടിൽ തേൻ തേടി നടന്നപ്പോ അടിയനൊരു അത്ഭുത കാഴ്ച കണ്ടു. എന്താ അത്? ഒരു വലിയ നാഗം തലയിൽ നാഗമാണിക്യം വെച്ചോണ്ട് പോകുന്നു. ഹോ, എന്തൊരു പ്രകാശമായിരുന്നു അതിന്. ഇത്രയും കാലം അടിയൻ കാട്ടിപ്പോയിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത്. എന്നിട്ട് അടിയൻ മരത്തിന്റെ മറവിൽ ഒളിഞ്ഞു നിന്ന് നോക്കിയപ്പോ നാഗമാണിക്യം നിലത്ത് വെച്ചിട്ട് നാഗം മെല്ലെ ഇഴഞ്ഞു നീങ്ങി. എന്നിട്ട് നീ എന്ത് ചെയ്തു? അടിയൻ അവിടെ തന്നെ പതുങ്ങി നിന്നു. കുറച്ചു കഴിഞ്ഞപ്പോ സർപ്പം തിരിച്ചു വന്നു. മാണിക്യം എടുത്തോണ്ട് ഇഴഞ്ഞങ്ങ് പോയി. വിഡ്ഢി വിഡ്ഢി കൂഷ്മാണ്ഡം, നിനക്കാ നാഗമാണിക്യം ഇങ്ങെടുക്കാമായിരുന്നില്ലേ? അയ്യോ, നാഗമാണിക്യം എടുക്കാനോ? അത് പാപമാണ് അങ്ങന്നെ. സർപ്പശാപം കിട്ടും. സർപ്പശാപം 7 തലമുറ അനുഭവിച്ചാലും തീരില്ല എന്നാ കേട്ടിട്ടുള്ളത്. ആര് പറഞ്ഞു?
അതൊക്കെ വെറും അന്ധവിശ്വാസമാണ് മരുതപ്പ. അതെ, നാഗമാണിക്യത്തിന്റെ ഐശ്വര്യം എന്താന്ന് മരുതപ്പന് അറിയാമോ? ഇല്ല അങ്ങുന്നേ. അത് വീട്ടിൽ സൂക്ഷിച്ചാൽ എന്നും മഹാസൗഭാഗ്യമായിരിക്കും. ഐശ്വര്യങ്ങൾ നിറയും, ആപത്തുകൾ വിട്ടൊഴിയും. ധനവും സമ്പത്തും നാൾക്കുനാൾ വർദ്ധിക്കും. നാഗമാണിക്യത്തിന് ഇത്രയൊക്കെ ശക്തിയുണ്ടോ അങ്ങുന്നേ? ഉണ്ടോ എന്നോ? നാഗമാണിക്യം കാണാൻ ഭാഗ്യം കിട്ടിയ മരുതപ്പൻ പുണ്യം ചെയ്തവനാണ്. മരുതപ്പ, ഓ, നീ വീണ്ടും കാട്ടിൽ പോയി ആ നാഗമാണിക്യം എനിക്കെടുത്തുകൊണ്ട് തരണം. അയ്യോ ഇല്ലങ്ങുന്നേ, ഞാനത് ചെയ്യില്ല. നാഗം ഉപേക്ഷിച്ചു പോകുന്ന നാഗമാണിക്യം എടുത്താൽ എന്താ കുഴപ്പം? നാഗങ്ങൾ ദൈവങ്ങളാണങ്ങുന്നേ. എന്ത് ദൈവം? നിങ്ങൾ ദൈവത്തെ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അയ്യോ, മാണിക്യം മുന്നിൽ കണ്ടിട്ടും അതെടുക്കാതെ വന്ന നിങ്ങളൊരു മണ്ണൻ തന്നെ. അതെ, മച്ചമ്പിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലേ ആ മാണിക്ക് എപ്പോഴേ എടുത്തോണ്ട് വന്നേനെ. മരുതപ്പ, ആ നാഗമാണിക്യം നീ എനിക്കെടുത്തുകൊണ്ട് തന്നാൽ 50 പൊൻപണം, 100 പറ നെല്ല്, 1000 നാളികേരം എന്ന് വേണ്ട, നീ എന്ത് ചോദിക്കുന്നോ അതെല്ലാം നിനക്ക് ഞാൻ തരും. നീ എന്തു പറയുന്നു? അയ്യോ, തല പോയാലും ഞാൻ ചെയ്യില്ലങ്ങുന്നേ. അത് മഹാപാപമാ. അനുസരണയില്ലാത്തവൻ, ഇനി മേലിൽ എന്റെ മുമ്പിൽ കണ്ടുപോകരുത്. കടന്നു പൊയ്ക്കോ, പൊയ്ക്കോ. അതെ, മച്ചമ്പി എന്തായി കാണിച്ചത്? അതങ്ങ് എടുത്തുകൂടായിരുന്നോ? ഞാനതൊന്നും ചെയ്യില്ല. അതൊക്കെ മഹാപാപമാണ്. എന്ത് പാപം? സമ്മതമാണെന്ന് നിങ്ങൾ പറഞ്ഞ നമ്മുടെ കഷ്ടപ്പാടുകളെല്ലാം തീരാൻ ഇതൊരു വഴിയായില്ലേ? നിസ്സാര കാര്യമല്ലേ മച്ചമ്പി? ആരെന്ത് തരാന്ന് പറഞ്ഞാലും നാഗമാണിക്യം ഞാൻ എടുക്കില്ല. ദൈവത്തിന് നിനക്കാത്തത് ഒരിക്കലും ഞാൻ ചെയ്യില്ല. ഞാനൊരു ഈശ്വര വിശ്വാസിയാണ്. ആ വിശ്വാസത്തെ തകർക്കുന്നത് ഒന്നും ചെയ്യാൻ എനിക്ക് കഴിയില്ല. എവിടെ നിന്ന് കിട്ടി ഈ സംബന്ധം? കൊച്ചമ്മേ, ഈ മുളക് ഇവിടെ ഏൽപ്പിക്കാൻ അങ്ങൊന്ന് പറഞ്ഞു. അവിടെ വെച്ചേക്കൂ. ഓ, എന്താ കനകദുർഗെ, വീട്ടിലേക്ക് പോകുന്നില്ലേ? പോണം കൊച്ചമ്മ. എന്നാ പൊയ്ക്കൂടെ? വീട്ടിലെ കഷ്ടപ്പാടൊക്കെ ഓർക്കുമ്പോ പോകാനും തോന്നുന്നില്ല. പിന്നെ പോകാതെ? കൊച്ചമ്മ എന്നെ കയ്യയച്ചൊന്ന് സഹായിക്കണം. ഇന്നലെ ഇത് പറഞ്ഞപ്പോ ഞാൻ സഹായിച്ചില്ലേ? എന്നും എന്നും ഇങ്ങനെ പറഞ്ഞ എത്ര കിട്ടിയാലും നിന്റെ ആർത്തി തീരില്ല. നിവൃത്തി ഇല്ലാത്തോണ്ടല്ലേ കൊച്ചമ്മ. എനിക്ക് കുറച്ച് അരിയും ഇത്തിരി നാളികേരവും പിന്നെ കുറച്ച് പണവും വേണം. അല്ല, കടമായിട്ട് മതി. ഞാൻ ജോലി ചെയ്ത് വീട്ടിക്കോളാം. ഇനി 4 ജന്മം ജോലി ചെയ്താലും തീരാത്തത്ര ഇതിനകം വാങ്ങിച്ചു കഴിഞ്ഞു. ചോദിച്ചാ തരാൻ മഹാമനസ്സുള്ളതായിട്ട് ഈ നാട്ടില് കൊച്ചമ്മ മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ടല്ലേ ഞാൻ ഇവിടെ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കണത്. എന്താ യശോദേ, കനകദുർഗ നിന്നെ വാനോളം പോഴ്ത്തുന്നുണ്ടല്ലോ. എന്താ കാര്യം? ഒന്നുമില്ല, കനകത്തിന് കുറച്ച് പണവും അരിയും നാളികേരവും ഒക്കെ കടമായിട്ട് വേണമെന്ന്. ഒരു വക കൊടുത്തു പോരുത്. ഞാനൊരു കാര്യം പറഞ്ഞിട്ട് അനുസരിക്കാൻ നിന്റെ ഭർത്താവ് മരുതപ്പൻ തയ്യാറായോ? ഇല്ലല്ലോ. നീ കേട്ടതല്ലേ, ആ നാഗമാണിക്യം എടുത്ത് എനിക്ക് തരണമെന്ന് പറഞ്ഞപ്പോ അവന് സൗകര്യമില്ലെന്ന്, നാഗശാപം ഏൽക്കുമെന്ന്. അങ്ങനെയുള്ളവന്റെ കുടുംബത്തെ ഞാൻ എന്തിനു സഹായിക്കണം? നീ പറഞ്ഞാൽ മരുതപ്പൻ കേൾക്കും. അവനെക്കൊണ്ട് നാഗമാണിക്യം എടുപ്പിച്ച് തന്നാൽ കനകദുർഗ ആവശ്യപ്പെട്ടതിന്റെ ഇരട്ടി കടമായിട്ടല്ലാതെ തന്നെ ഞാൻ തരും. നീയും കുടുംബവും
ഇപ്പോൾ താമസിക്കുന്നത് എന്റെ പറമ്പില. ആ നാഗമാണിക്യം എന്റെ കയ്യിൽ വന്നാൽ അടുത്ത നിമിഷം നിന്റെ ആ കുടികിടപ്പ് നിനക്ക് സ്വന്തം. എന്തു പറയുന്നു? നേരാണോ അങ്ങുന്നേ ഈ പറയണത്? ഞാൻ എന്തിന് കള്ളം പറയണം? പറഞ്ഞത് തന്നെ. ഞാൻ പറഞ്ഞ എന്റെ കണവൻ കേക്കും. ഇല്ലെങ്കിൽ ഞാൻ കേൾപ്പിക്കും. അങ്ങേരെ കൊണ്ട് മാണിക്ക് എടുപ്പിച്ച് തരണ കാര്യം ഈ കനകദുർഗ ഏറ്റങ്ങുന്നേ. നല്ലത്. യശോദേ, കനകത്തിന് എന്താ ആവശ്യമെന്ന് വെച്ചാ കൊടുത്തേക്ക്. പക്ഷെ മാണിക്യം എന്റെ കയ്യിൽ കിട്ടിയില്ലെങ്കിൽ പിന്നെ നീ ഈ വീടിന്റെ പടി ചവിട്ടില്ല. നിന്റെ ആ കിടപ്പാടുണ്ടല്ലോ, അത് ഞാൻ തീയിടും. ദേവകൾ ഇരുട്ടിനെ വെളിച്ചം കൊണ്ട് ജയിക്കുന്നു. അസുരന്മാർ ആ വെളിച്ചത്തെ തല്ലിക്കെടുത്തി ഇരുട്ടാക്കുന്നു. ലോകവീരം മഹാപൂജ്യം സർവരക്ഷാകരം വിഭും പാർവതി ഹൃദയാനന്ദോ ശാസ്താരം പ്രണമാമ്യഹം. വിപ്രപൂജ്യം വിശ്വവന്ദ്യം വിഷ്ണു ശംഭോ പ്രിയം സുതം ക്ഷിപ്രപ്രസാദ നിരതം ശാസ്താരം പ്രണമാമ്യഹം. മത്തമാതംഗഗമനം കാരുണ്യാമൃതപൂരിതം മത്തമാതംഗഗമനം കാരുണ്യാമൃതപൂരിതം സർവവിഗ്രഹരം ദേവം ശാസ്താരം പ്രണമാമ്യഹം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാവര രക്ഷ രക്ഷ മഹാബാഹു ശാസ്ത്രേ തുഭ്യം നമോ നമഃ. അസ്മത്കുലേശ്വരം ദേവം അസ്മത് ശത്രു വിനാശനം അസ്മദിഷ്ട പദാതാരോ ശാസ്താരം പ്രണമാമ്യഹം. പാണ്ഡേശവം ശതിലകം കേരളേ കേളി വിഗ്രഹം ആർത്തത്രാണവരം ദേവം ശാസ്താരം പ്രണമാമ്യഹം. ഹരിവരാസനം സ്വാമി വിശ്വമോഹനം ഹരിതീശ്വരം സ്വാമി ആരാധ്യ പാദുകം ഹരിവിമർദ്ദനം സ്വാമി നിത്യനർത്തനം ഹരിഹരാത്മജം സ്വാമി ദേവമാശ്രയേ. പഞ്ചാത്രീശ്വരമംഗളം ഹരിഹര പ്രേമാകൃതി മംഗളം പിഞ്ചാലങ്കൃതമംഗളം പ്രണമതാം ചിന്താമണൈ മംഗളം. പഞ്ചാശധ്വജമംഗളം ത്രിജഗദാമാധ്യപ്രഭോ മംഗളം പഞ്ചസ്തോപമംഗളം ശ്രുതിശിരോലങ്കാരചന്ദ്ര